ഹായ് ഡിയേഴ്സ്, ഇത് 1 kg വെയിറ്റ് വരുന്ന വാനില ടോൾ കേക്ക് ആയിരുന്നു. 1 kgയുടെ ബാറ്റർ എടുത്ത് നമ്മൾ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ 2 മോൾഡിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 6 ലെയറായിട്ട് കട്ട് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ടിങ്ങും ചെയ്ത് ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഫില്ലിങ്ങായിട്ട് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് തന്നിരുന്നു. അതിനകത്ത് വൈറ്റ് തന്നെയാണ് കവറിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രഷ് വെച്ചിട്ടുള്ളൊരു ഡിസൈനുമായിരുന്നു. കസ്റ്റമർ പിന്നെ ഉണ്ടായിരുന്നത് അതിനകത്ത് ഒരു റെഡ് കളറുള്ള ഫ്ലവറും ഒരു ടോപ്പറും വെക്കാനുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. ഫൈനൽ കോട്ടിങ് കംപ്ലീറ്റ് ചെയ്ത് ടോൾ കേക്ക് ആകുമ്പം കുറച്ച് താമസമാണ് കേട്ടോ ഈ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കൽ. കാരണം ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ടോൾ കേക്കുകൾ ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ അടുക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആവുള്ളൂ. അല്ലാതെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലേ അത് കട്ട് ചെയ്ത് കളയുക സൈഡ് ഭാഗം. അല്ലാതെ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫിനിഷിങ് കിട്ടത്തില്ല. നമ്മൾ എത്ര പോരം ചെയ്താലും അതൊരു കംപ്ലീറ്റ് ആവാത്ത പോലെ നിൽക്കും. പിന്നെ അതിനകത്ത് മെയിനായിട്ടും സ്റ്റിക്ക് കൊടുക്കുക. ഞാൻ കബാബിൻ്റെ സ്റ്റിക്കാട്ടോ ഉപയോഗിക്കുന്നത്, ഇച്ചിരി വണ്ണമുള്ള ടൈപ്പ്. അത് ഒരു 3-4 എണ്ണമെങ്കിലും ആ ഒരു പൊക്കത്തിന് 4 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒന്ന് കറണ്ട് പോവുമോ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ട്രാവൽ ചെയ്യാതെ എന്തായാലും ഒരു കേക്ക് കൊടുക്കാനുണ്ടാവുമല്ലോ. ആ ട്രാവലിങ്ങിനൊക്കെ ഏറ്റവും നല്ലത് ടോൾ കേക്കിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 4 സ്റ്റിക്കോളം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമറോട് ഞാൻ മെയിനായിട്ടും പറയും, നമ്മൾ ഒത്തിരി ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ അറിയാം. ആദ്യമായിട്ട് ഒരു ടോൾ കേക്കിൻ്റെ ഒരു ഫോട്ടോ അയച്ച് തന്നിട്ട് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ അഡ്വാൻസായിട്ട് പറയും, ഇന്നിന്ന സാധനങ്ങൾ അതിനകത്ത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു എന്താണെങ്കിൽ പോലും ഞാൻ പറയാറുണ്ട്. കാരണം പിള്ളേരാണ് കഴിക്കുന്നത്, നമുക്കറിയില്ലല്ലോ. അവർ ചെന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിള്ളേരാണോ കഴിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടും പറഞ്ഞ് മെസ്സേജ് അയച്ചാണെങ്കിലും വിളിച്ചാണെങ്കിലും പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ അകത്ത് സ്റ്റിക്ക് കൊടുത്ത് വുഡിൻ്റെ സ്റ്റിക്ക് കൊടുത്ത് സ്റ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ബ്രഷ് വെച്ചും കൂടി ഫിനിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് വെക്കാനുണ്ടായിരുന്ന റെഡ് ഫ്ലവർ ആയിരുന്നു. ഒരേപോലത്തെ റെഡ് ഫ്ലവർ കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ഓൾറെഡി ഇങ്ങനത്തെ 2 ടൈപ്പ് റെഡ് ഫ്ലവറാണ് കിട്ടിയത്. അങ്ങനെ അത് രണ്ടും കൂടി താഴെയും മുകളിലുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലീഫും ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുന്ന കളർ ഏതാന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ, നമ്മുടെ ഈ നെൽക്കതിരൊക്കെ ഇരിക്കൂലേ അതിൻ്റെ ഒരു കളറുള്ള ലീഫും വെക്കാനുണ്ടായിരുന്നു. അതും വെച്ച് താഴെയും നമ്മൾ എന്തോരം വെച്ചാലും നമുക്കതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കഴിക്കുമ്പോഴാട്ടോ എന്നാൽ ശരിയാവുന്നത്. പിന്നെ അവരയച്ചു തന്ന പിക്ചറിൽ ഒരു ഹാപ്പി ആനിവേഴ്സറി സ്റ്റിക്ക് കാര്യം നമ്മുടെ സെൻറ്ററിലായിരുന്നു. ഒരു കുഞ്ഞിതായത് ഇച്ചിരി ഭംഗിയായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ അത്രയും ചെറിയൊരു ഹാപ്പി ആനിവേഴ്സറി സ്റ്റിക്ക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം അവൾക്കൊരു കംഫർട്ടബിൾ ആകട്ടെ എന്ന് ഓർത്ത് ഞാൻ കിച്ചണിൽ നിൽക്കാതെ ടേബിളിൻ്റെ അവിടെ നിന്നിട്ടാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത്. ആളുടെ സ്വഭാവം എപ്പോഴും നല്ലതൊന്നുമല്ല, ചില സമയത്ത് ആൾ കംഫർട്ടബിളാണ്. അതുപോലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ആൾ എന്നെ ചുറ്റിപ്പറ്റി അതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്ത് വെച്ചാലും നമുക്ക് തൃപ്തിയാവില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തൊക്കെ അത് സെറ്റ് ചെയ്തും ദൂരെ നിന്ന് മാറി നോക്കി എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏകദേശമൊക്കെ സെറ്റപ്പാക്കി എടുത്ത് ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എൻ്റെ വീഡിയോയിൽ കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.